ഇന്നത്തെ വീഡിയോ പ്രോട്ടോണിക്സിന്റെ സ്മാർട്ട് കണക്ടർ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം, പിന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ്, പിന്നെ ഇത് നമ്മുടെ കാറുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഈ വാങ്ങിയിട്ടുള്ളത് 580 രൂപയ്ക്കാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഇതൊരു ബ്ലൂടൂത്ത് ട്രാൻസ്മിറ്റർ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് FM ത്രൂ ആണ് ഇത് നമ്മുടെ സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ആകുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ള ഫീച്ചേഴ്സ് പറയാം. ബോക്സിൽ ചെയ്തിട്ടുള്ള ബ്ലൂടൂത്ത് 5.0 ഉണ്ട്, മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3.8 ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഹാൻഡ് ഫ്രീ കോളിംഗ് ലഭിക്കുന്നുണ്ട്, ബ്ലൂടൂത്ത് കോളിംഗ് ആണ് അത് മെയിൻ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പവർഫുൾ ബാസ് ആണ്. ബാസിന്റെ ഒരു ചെറിയൊരു മോഡുലേഷൻ കൂട്ടാനായിട്ട് ഈ കണക്ടർ വെച്ച് സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഡ്യുവൽ USB സ്ലോട്ട്, 2 സ്ലോട്ട് ചാർജ് ചെയ്യാൻ ലഭിക്കും എന്ന് ഇതിന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും നോക്കാം. അപ്പോൾ നമ്മുടെ ഡിവൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഈ പവർ ബൂസ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പവർ ബൂസ്റ്റ് ആവും. ഇത് ബ്ലൂടൂത്ത് കോളിങ്ങിൽ കോൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ 2 സ്ലോട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇത് കാണുന്നത് നമ്മുടെ സിഗരറ്റ് ചാർജിങ് ഉണ്ടല്ലോ, സിഗരറ്റ് ലൈറ്റ്നിങ് ഉണ്ടല്ലോ, ഒരു സ്പോട്ട് ഉണ്ടാവും നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ, അവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നേരിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാർ ഓൺ ചെയ്യാം കേട്ടോ. കാണും ഓൺ ചെയ്യുന്ന സമയത്ത് ഇതണ്ട ഇതിൻ്റെ ഉള്ളിൽ ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ തിരിച്ചായിരുന്നു കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ തിരിച്ച് കണക്ട് ചെയ്തത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിൽ കാണുന്നത് 87.5 എന്നുള്ള ഫ്രീക്വൻസി സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ FM ഓൺ ചെയ്തിട്ട് ഇതാണ് FM വന്നിട്ട് അത് കഴിഞ്ഞ് ഫ്രീക്വൻസി അത് സെറ്റ് ചെയ്യണ്ട. നമുക്ക് ഇങ്ങനെ പലതായിരിക്കും എടുക്കണ്ടാവും. അത് തിരിച്ച് 87.5 വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ആവും. കണക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഫോൺ എടുക്കാം. നമുക്ക് പാട്ട് വയ്ക്കേണ്ട ഫോണ് അത് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്കത് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സെർച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഓട്ടോമാറ്റിക് അത് കണക്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പെയർ ചെയ്യേണ്ട വരും. ഞാൻ ഓൾറെഡി പെയർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. പെയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കും. ഇത് ഓട്ടോ 10 എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇത് കണക്ട് ആയിട്ടുണ്ട് കേട്ടോ, ഓൾറെഡി കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പാട്ട് വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള സംഭവം. നമ്മൾ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല പാട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ബൂസ്റ്റും ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. അത്ര വലിയ ബൂസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു ഓഡിയോ കോളും കൂടി ചെയ്ത് നോക്കാം. കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് കോളിങ്ങിൻ്റെ ആയിരുന്നു. ബ്ലൂടൂത്ത് കോളിങ് വേറെ ഞാൻ 200 രൂപയൊക്കെ ചെറിയ USB ടൈപ്പ് ബ്ലൂടൂത്ത് ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാട്ട് മാത്രമേ വയ്ക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് കോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻ കേസ് നമ്മൾ പാട്ട് വയ്ക്കുന്നതിൻ്റെ ഇടയിൽ കോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫോൺ വിളിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അതിനൊരു സൊല്യൂഷനാണ്. അതിനെ അപേക്ഷിച്ചൊരു 200 രൂപ കൂടുതലാണ്. ബട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചാർജിങ്ങും ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ 3A നല്ല ഫാസ്റ്റ് ചാർജിങ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. പ്രോട്ടോണിക്സ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.